അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു മഹത്തായ ഒരു സൂറത്താണ്. നാളെ ബറാഅത്ത് രാവാണ്. ഈ ബറാഅത്ത് രാവിന് നമ്മളിത് പാരായണം ചെയ്താൽ അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, സാമ്പത്തിക പ്രവൃത്തി അല്ലാഹു നൽകും, ഐശ്വര്യങ്ങൾ നൽകും, റിസ്ക് അല്ലാഹു വിശാലമാക്കും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറുകൾ ധാരാളം നൽകപ്പെടുന്ന ഒരു മഹത്തായ സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾ, അതായത് 4 മാസങ്ങളെ പ്രത്യേകമായി അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ദിവസങ്ങളെയും അല്ലാഹു പ്രത്യേകമായി ബഹുമാനിച്ചിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, 5 രാത്രികളിൽ ദുആ ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന്. അതുകൊണ്ട് ഈ 5 രാവുകൾ നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത്. 5 രാവുകൾ, 5 രാത്രി, ആ രാത്രികൾ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രാത്രികൾ നിങ്ങൾ പാഴാക്കി കളയല്ലേ മുഅ്മിനീങ്ങളെ. അതിലൊന്ന് ബറാഅത്ത് രാവാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, ഈ ബറാഅത്ത് രാവിന്റെ ആ രാത്രിയിൽ നിങ്ങൾ പാഴാക്കി കളയരുത്. മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലി നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റുന്നതാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കടമുള്ളവരോട്, ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ ഭവനമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും, അതുപോലെ രോഗമുള്ളവരുണ്ട്. ഈ രാവുകൾ നിങ്ങൾ പാഴാക്കി കളയരുത്. അല്ലാഹുവിനോട് ഇബാദത്ത് ചെയ്യണം. അപ്പോൾ ഈ രാവ് ഇബാദത്തുകൾ കൊണ്ട് ധന്യമായ ഒരു മഹത്തായ രാവാണ്. അല്ലാഹുവിനോട് നമ്മൾ പകല് നോമ്പ് പിടിക്കുകയും ആ രാവിൽ നമ്മൾ ഒരുപാട് ദിക്റുകളും ഇബാദത്തുകളും ചെയ്യുകയും വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ നമ്മുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്യണം. തങ്ങളുടെ മദ്ഹുകൾ നമ്മുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്യണം. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാനുള്ള വലിയൊരു ആയുധമാണ് ദുആ. പവിത്രമാക്കപ്പെട്ട രാവിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾ ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യും. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരു ഹദീസ് നമുക്ക് കാണാം. ബറാഅത്ത് രാവ് തുടങ്ങുന്നതിന്റെ അന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 1ാം ആകാശത്തേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരും. അവന്റെ അടിമകളോട് അല്ലാഹു പറയും, എന്നോട് ആര് പൊറുക്കലിനെ ചോദിക്കുന്നോ, എന്നോട് ആര് പൊറുക്കലിനെ ചോദിക്കുന്നോ, ഞാൻ അവന് പുറത്തു കൊടുക്കുന്നതാണ്. എന്നോട് ആര് റിസ്ക് വിശാലമാകാൻ ചോദിക്കുന്നുവോ, അവന് ഞാൻ ഭക്ഷണം നൽകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ, ബറാഅത്തിന്റെ രാവിൽ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പഠിച്ചവനെ, ഈ മഹത്തായ രാവിൽ അല്ലാഹ് നീ സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ഖൈറുകൾ നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും, അപകടവർണ്ണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്നീ മഹത്തായ ബറാഅത്ത് രാവിൽ നമ്മളെല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അതാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ആരും റിസ്ക് വിശാലമാകാൻ, അഥവാ നിങ്ങളെ ഭക്ഷണ വിശാലം, നിങ്ങളെ പാർപ്പിടവും നിങ്ങളെ വസ്ത്രവും നിങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരെന്നോട് ചോദിക്കുന്നുവോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നതാണ്. അവന് ഞാൻ റിസ്ക് നൽകും, അവന് ഞാൻ ഭക്ഷണം നൽകുന്നതാണ് എന്ന്. കാരണം ആ മഹത്തായ രാവിലെ നമ്മൾ അല്ലാഹുവിനോട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കണം. അഥവാ നാളത്തെ, ഇന്ന് ഞായറാഴ്ച, നാളെ അസർ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ, നാളെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ രാവ് തുടങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും പറയാൻ പോകുന്ന സൂറത്തുകളൊക്കെ പാരായണം ചെയ്തിട്ട് നിങ്ങൾ ഈ മഹത്തായ രാവിലെ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ മുറാദുകൾ ഹസിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് മഗ്രിബ് വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യണം. ബറാഅത്ത് രാവിൽ 3 യാസീൻ നമ്മൾ ഓതണം. ഓരോ യാസീൻ ഓതുമ്പോഴും നിങ്ങൾ ഹൃദയത്തിൽ ഉറച്ചു നിയത്ത് വെക്കണം. ഒന്നാമതായി ഓതുമ്പോൾ നിങ്ങൾക്ക് നിയത്ത് വെക്കേണ്ടത്, എനിക്ക് ദീർഘായുസ്സ് തരണേ അല്ലാഹ്. അപ്പൊ 3 യാസീൻ നമ്മൾ പാരായണം ചെയ്യണം. ആ 3 യാസീൻ ഒന്നാമത് നമ്മൾ ഓതുന്ന സമയത്ത് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. പടച്ചവനെ, എനിക്ക് ഈ പരിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്.
പടച്ചവനെ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആയുസ്സിൽ ബർക്കത്ത് തരണേ അല്ലാ. ഒന്നാമത്തെ യാസീൻ അതാണ്. കാരണം ആയുസ്സിൽ ബർക്കത്തില്ലെങ്കിൽ നമ്മുടെ രോഗങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ടുമുള്ള ആയുസ് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യണം, പടച്ചവനെ എന്റെ ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അപ്പൊ രണ്ടാമത്തെ ആ യാസീൻ നമ്മൾ ഓതേണ്ടത് റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ടാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ വാഹനം, നമ്മുടെ സൗകര്യങ്ങളൊക്കെ വിശാലമാകാൻ വേണ്ടി നമ്മുടെ രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതണം. മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് ആഖിബത്ത് നന്നാവാൻ അല്ലാഹുവേ നല്ല മരണം നൽകണേ അല്ലാ. ഒരു മദ്യപാനിയായിട്ട്, ഒരു കള്ളുകുടിയനായിട്ട്, ഒരു വ്യഭിചാരിയായിട്ട് റബ്ബേ നീ എന്നെ വരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ നല്ല മരണം നൽകണേ അല്ലാ. അപ്പൊ 3 യാസീൻ മറന്നു പോകല്ലോ. ഒന്ന് ആയുസ്സിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ യാസീൻ, രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത് ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി, നമ്മുടെ സൗകര്യങ്ങൾ അല്ലാഹു വിശാലത നൽകാൻ വേണ്ടി. മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടിയുള്ളത് മുസ്ലിമായിട്ട് ജീവിപ്പിച്ച് മുസ്ലിമായിട്ട് വരിപ്പിക്കണേ അല്ലാ. യാസീൻ മറക്കാതെ എല്ലാവരും ഓതുക. മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മറന്നു പോകരുത്. ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. അപ്പോൾ ഇതൊക്കെ ഒരു അറിവാണ്. അറിവ് പകർന്നു നൽകുന്ന സദഖയാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുക. അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സദസ്സിലില്ലാത്ത ഒരു സഹോദരന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന്റെ മലക്കുകൾ ആമീൻ പറയും. നമുക്കും അതുപോലത്തത് കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും. പടച്ചവനെ ആ സ്ഥലത്തില്ലാത്ത സഹോദരന് വേണ്ടി ദുആ ചെയ്ത ആൾക്കും നീ അതുപോലത്തത് നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഏത് ആവശ്യത്തിന് വേണ്ടി സൂറത്ത് യാസീൻ പാരായണം ചെയ്താലും അല്ലാഹു നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് യാസീൻ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ പാരായണം ചെയ്യുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുമെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബറാഅത്ത് രാവിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ യാസീൻ ഓതുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ, 3 ആഗ്രഹങ്ങൾ നമ്മൾ മുന്നിലോട്ട് വെച്ച് ഓതുക. അല്ലാഹു നടത്തി തരുന്നതാണ്. ബറാഅത്ത് രാവിലാണ് നമ്മുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ അല്ലാഹു തീരുമാനിക്കുന്നത്. അതായത് നാം പ്രവർത്തിക്കുന്ന മേഖലകളെ നമ്മളെ വിജയിപ്പിക്കണോ പരാജയപ്പെടുത്തണോ, നമ്മുടെ ആയുസ് നീട്ടണോ, നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തരണം എന്നെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത് മഹത്തായ ബറാഅത്ത് രാവിലാണ്. ആ സമയത്ത് നമ്മൾ 3 യാസീൻ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവനെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. എനിക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ മക്കൾക്കും എന്റെ ഇണകൾക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ സൂറത്ത് ദുഖാൻ നമ്മൾ ഓതണം. സൂറത്ത് ദുഖാൻ ഓതണം. മുഴുവൻ ഓതിയില്ലെങ്കിലും ആദ്യത്തെ 8 ആയത്ത് ഓതി ദുആ ചെയ്യണം. സൂറത്ത് ദുഖാനിലെ ആദ്യത്തെ 8 ആയത്ത് ഓതി നമ്മൾ ദുആ ചെയ്യണം. സൂറത്ത് ദുഖാൻ രാത്രിയിൽ ഒരാൾ ഓതിയാൽ 70,000 മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സൂറത്ത് പതിവാക്കിയാൽ, ഈ സൂറത്ത് ദുഖാൻ പതിവാക്കിയാൽ കൂടോത്രം, സിഹ്ർ എന്നിവയിൽ നിന്ന് അല്ലാഹു കാക്കുന്നതാണ്. അപ്പോൾ സൂറത്ത് ദുഖാന്റെ മഹത്വം നിങ്ങൾ കേട്ടോ മുഅ്മിനീങ്ങളെ. കൂടോത്രങ്ങൾ, അതുപോലെ തന്നെ വിളിദോഷങ്ങൾ, കണ്ണേറുകൾ, അസൂയാലുകൾ, അസൂയകൾ, വാരണങ്ങൾ, സിഹ്റുകളിൽ നിന്നൊക്കെ അല്ലാഹു കാക്കുന്നതാണ്. അതുപോലെ തന്നെ ശഅബാൻ 1 മുതൽ 14 വരെ സൂറത്ത് ദുഖാനിലെ 8 ആയത്തുകൾ 15 പ്രാവശ്യം, ശഅബാൻ 15ന്റെ അന്ന് 30 പ്രാവശ്യം ആവർത്തിച്ച് ഓതിയിട്ട് അല്ലാഹുവിനോട് ഹലാലായി എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. എല്ലാവിധ ഖൈറുകളും നൽകണേ അല്ലാഹ്. മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഐശ്വര്യങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഖൈറുകൾ നിലനിർത്തണേ അല്ലാഹ്.
റഹ്മാനായ തമ്പുരാനെ നാളെ മഹത്തായ ബറാഅത്തിരാവാണ് അല്ലാഹുവേ. നീ പടച്ചവരെ ഒരുപാട് ബറാഅത്തിരാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു കൊണ്ട് നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ ഭാര്യമാർക്കെല്ലാം എല്ലാവർക്കും ഖൈറുകൾ നൽകണേ അല്ലാഹ്. പിശാചിന്റെ ശർറിൽ ഞങ്ങളെ എല്ലാം കാക്കണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ പലരും രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇണകളില്ലാത്ത എത്രയോ മക്കൾ വിവാഹപ്രായം നിൽക്കുന്ന പടച്ചവനെ അവർക്കൊക്കെ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികളെ വിശാലമാക്കണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. മക്കളില്ലാത്ത ഞങ്ങൾക്ക് നീ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും മക്കളില്ല റബ്ബേ, നീ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനും എല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.